പറയാൻ പറ്റൂല. അത്ര ഒരു സന്തോഷമുണ്ട്. ഇത്രയും ഒരു സൗകര്യം, ഒരു സ്വപ്ന, കൊച്ചുങ്ങൾക്ക് സന്തോഷം, എല്ലാത്തിനും സൗകര്യമുണ്ട്, സമാധാനം. ഹായ് ഹലോ, നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഭവന സമുച്ചയത്തിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഭവന സമുച്ചയത്തിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള 18 കുടുംബങ്ങൾക്കാണ് തണലൊരുക്കിയിരിക്കുന്നത്. ഒരു വീട് എന്നത് കേവലം 4 ചുമരുകൾക്കപ്പുറത്തേക്ക് മനുഷ്യൻ്റെ എല്ലാ സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഏറ്റുവാങ്ങുന്ന ഒരിടം കൂടിയാണ്. അതുകൊണ്ടാണ് വീട് വീടാകുന്നത്. നമുക്ക് കാണാം ഈ വീട്ടകത്തെ കാഴ്ചകൾ. മോനെ പേരെന്താ? ശ്രീഹരി. ശ്രീഹരി, എന്താ സ്കൂളിൽ പോയില്ലേ? ഇല്ല. എന്തുറ്റി? ഇന്നലെ പാല് കാച്ചായോണ്ട് പോയില്ല. പാല് കാച്ചായിരുന്നോ ഇന്നലെ? അപ്പൊ പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക്, പുതിയ വീടല്ല അല്ലേ? അല്ല, ഫ്ലാറ്റ് ആണ്. അപ്പൊ പുതിയ ഫ്ലാറ്റിലേക്ക് മാറി താമസിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീഹരി. അതുകൊണ്ട് സ്കൂളൊക്കെ സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് പുതിയ ഫ്ലാറ്റിൽ വന്നിട്ട്? സൗകര്യങ്ങളൊക്കെ എങ്ങനെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ഒരു ഹാളുണ്ട്, 2 റൂമുണ്ട്, ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ 2 ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങളാണ് ശ്രീഹരിയുടെ ഫ്ലാറ്റിലുള്ളതെന്നാണ് ശ്രീഹരി പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി കാണാം എന്തൊക്കെയാണ് ഈ ഫ്ലാറ്റിനുള്ളിലെ, ഈ ഭവന സമുച്ചയത്തിലെ സൗകര്യങ്ങളെന്ന്. ചേച്ചി പേരെന്താ? എൻ്റെ പേര് സന്ധ്യ. സന്ധ്യ, എത്ര കാലമായി ഇവിടെ ഫ്ലാറ്റിലേക്ക് മാറി? ഞാൻ ഇവിടെ രണ്ടാഴ്ചയായി വന്നിട്ട്. എങ്ങനെയുണ്ട് പുതിയ ഫ്ലാറ്റ്? അടിപൊളി, സന്തോഷം. ഇപ്പോഴാണ് ഒരു സമാധാനമായത്. വിചാരിച്ചിരുന്നോ ഇങ്ങനെ ഒരു ഫ്ലാറ്റിലേക്ക്? വിചാരിച്ചതും ഇല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നതും അല്ലല്ലോ. ഇത്രയും ഒരു സൗകര്യം, ഒരു സ്വപ്നതില്ല എന്നെ പറയാം. കൊച്ചുങ്ങൾക്ക് സന്തോഷം, അവർക്ക് കളിക്കാനും എല്ലാത്തിനും, ഓടി കളിക്കാനൊക്കെ നല്ല സൗകര്യമായില്ലേ? എല്ലാത്തിനും സൗകര്യമുണ്ട്, സമാധാനം, അഭിമാനം. വിചാരിച്ചില്ല, പ്രതീക്ഷിച്ചില്ല. ദൈവം തന്ന ഒരു ഭാഗ്യം. സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്, പറയാൻ പറ്റൂല. അത്ര ഒരു സന്തോഷമുണ്ട്, വലിയ വലിയ സന്തോഷം. ഇത് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. ഏതെങ്കിലും കാലത്ത് നമ്മൾ മാത്രം എന്താ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് നിന്ന കുറേ നാളുകൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? സത്യമാണ്, കുറേ നാൾ കിട്ടും. അപ്പം എന്നോട് വിളിച്ച് പറഞ്ഞ് വത്സലേക്ക് മരണം വീടും പദ്ധതിക്ക് അനുവദിച്ച്. ഞാൻ പറഞ്ഞു സാറേ എന്നെ കൊണ്ട് പറ്റൂല പൈസ. അപ്പോൾ സാറെന്ന് തന്നെ പറഞ്ഞ് ഞങ്ങൾക്കൊരു പൈസ തന്നാലും തികയില്ല, ഞാൻ ഫ്ലാറ്റ് മതിയാണ്. ഞാൻ പറഞ്ഞു അന്ന് മതിയെന്ന് പറഞ്ഞു. ഇത് കിട്ടിയതിൽ വലിയ സന്തോഷം. അമ്മേ എന്താണ് സന്തോഷം? സന്തോഷം എൻ്റെ മോൾക്ക് കിട്ടിയിട്ടേല് സന്തോഷം. ഒരുപാട് കഷ്ടപ്പെട്ട കണ്ണീരാണിത് അല്ലേ? പറയാൻ വാക്കുകളില്ലാതെ ഇവർ ഈ കരയുന്നത്, വാക്കുകൾക്കിടയിൽ തൊണ്ട ഇടറിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന ഈ വാക്കുകൾ അവരുടെ സന്തോഷത്തിൻ്റെ കണ്ണീർ കൂടിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കണ്ണീർ കാഴ്ചകൾ പകർത്തുന്നത്. അല്ലാതെ നമുക്ക് ഏതെങ്കിലും മനുഷ്യന്മാരെ കരയിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കണ്ണീര് കാണിച്ചുകൊണ്ടോ അല്ല കാര്യങ്ങൾ പറയേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. പക്ഷേ ഈ കണ്ണീര് എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. ഒരുപാട് കാലം കഷ്ടപ്പെട്ട മനുഷ്യന്മാർ ഇന്ന് നല്ലൊരു രീതിയിലേക്ക്, നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ സന്തോഷ കണ്ണീരാണ് അല്ലമ്മേ? ഇതുപോലത്തെ വീട് ഒരിക്കലും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പം നല്ല വീട് തന്നെ കിട്ടിയത്. അവർക്ക് എല്ലാം കൊണ്ട് നല്ലപോലെ ജീവിക്കാം. സന്തോഷവും സമാധാനവും ആഗ്രഹിക്കാത്ത മനുഷ്യന്മാരില്ല. പ്രത്യേകിച്ച് വീടില്ലാത്തവന് വീട് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു ജീവിതകാലത്തിലേക്കുള്ള ഏറ്റവും വലിയ അസറ്റ് എന്ന നിലയ്ക്കാണ് നമ്മളെല്ലാവരും ഒരു വീടിനെ കരുതി പോരുന്നത്. ആ വീട് കിട്ടിയ മനുഷ്യന്മാരുടെ സന്തോഷ കാഴ്ചകളിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്.